ജർമ്മൻ സയന്റിസ്റ്റായ ഗണ്ടർ എയ്ത്തിൻ എന്ന് പറയുന്ന പുള്ളിയാണ് യഥാർത്ഥത്തിൽ ഒരു ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ടേബിനെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഈ എയ്ത്തിൻ എന്ന് പറയുന്ന കമ്പനി ഇപ്പോഴും ഉണ്ട്. 70-75 വർഷമായിട്ട് അവർ ഫിൽട്രേഷന്റെ ആ ഒരു കമ്പനി ഫിൽട്ടർ മീഡിയാസ് ഒക്കെ അല്ലെങ്കിൽ കെനിസ്റ്റർ പോലുള്ള വലിയ വലിയ ഫിൽട്ടർ യൂണിറ്റുകളും ഇൻവെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതേപോലെയുള്ള ബിസിനസ്സിൽ അവർ ഇപ്പോൾ സജീവമാണ്. പിന്നെ കാലം ഒരുപാട് ചേഞ്ച് ആയപ്പോൾ എനിക്ക് തോന്നുന്നു ചൈനയിൽ നിന്നൊക്കെയാണ് ഇപ്പൊ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പല ഫിൽട്ടേഴ്സും വരുന്നത് എന്ത് ചെയ്യുക ചൈനയിൽ നിന്നൊക്കെ തന്നെയാണ്. പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ കണ്ടുപിടുത്തോടു കൂടിയാണ് അതിന്റെ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുകയും അതിന്റെ ആവശ്യകതയും വരുന്നത്. ഇനി ഇതിന്റെ നേരത്തെ പറഞ്ഞ ആവശ്യകത എന്ന് പറയുന്ന ഫാക്ടർ പലരും എന്നോട് ചോദിക്കാറുണ്ട്. നമ്മൾ ടാങ്ക് എടുക്കുന്ന സമയത്ത് ഫിൽട്രേഷൻ അനിവാര്യമാണോ, ഫിൽട്രേഷൻ കൊടുത്താലേ പറ്റുള്ളൂ, മീൻ വളർത്തണമെന്നുണ്ടെങ്കിൽ ഫിൽട്രേഷൻ വേണമോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. മീനിന് വളർത്തുമ്പോൾ അതായത് സാധാരണ രീതിയിൽ വൈൽഡ് കണ്ടീഷൻ വളരുന്ന ഒരു മീനിന് നമ്മൾ അവിടെ എയറേഷനോ വേറെ ഫിൽട്രേഷനോ നമ്മൾ കൊടുക്കുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള എക്കോസിസ്റ്റം അവിടെ അവരുടെ വേസ്റ്റിന് ഡീകമ്പോസിഷൻ അവിടെ നടക്കുന്നുള്ളതുകൊണ്ട് അവിടെ ഒരു ഫിൽട്രേഷന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ ഇവരെ സെപ്പറേറ്റ് ചെയ്ത് നമ്മളൊരു ടാങ്കിനകത്ത് വളർത്തുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ടാങ്കിൽ ഫിൽട്രേഷൻസ് കൊടുക്കണം. അത് ഏത് ടൈപ്പ് ഫിൽട്രേഷൻസ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടാങ്കിനനുസരിച്ചിട്ടുള്ള ഫിൽട്രേഷൻ തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഫിൽറ്റർ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്വേറിയം കടകളിൽ പോയി നമ്മൾ അല്ലെങ്കിൽ ഫാമുകളിൽ നിന്ന് നമ്മൾ ഫിൽറ്റർ ചൂസ് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു ഫിൽറ്റർ ആയിരിക്കും എടുക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ അവർ സജസ്റ്റ് ചെയ്യുന്ന എടുക്കുക, അതോടൊപ്പം തന്നെ നമ്മളെ ടാങ്കിലേക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് കൂടി നമ്മൾ നോക്കുക. അപ്പോൾ ടാങ്കിനനുസരിച്ച് എത്ര വെള്ളം കൊള്ളും, എത്ര വാട്ടർ കപ്പാസിറ്റി ഉള്ള ഫിൽറ്ററാണ് വേണ്ടത്